നരനാരായണന്മാർ. 1000 കവചങ്ങൾ അണിഞ്ഞ സഹസ്ര കവചൻ എന്ന ഒരു ദൈത്യേന്ദ്രൻ തൻ്റെ അമിതബല പരാക്രമത്താൽ ത്രിലോകങ്ങളെ കീഴടക്കി. സത്തുക്കളെയും മാമിനികളെയും എപ്പോഴും ദ്രോഹിച്ചു കൊണ്ടിരുന്നു. 1000 വർഷം തപസ്സു ചെയ്യുകയും 1000 വർഷം യുദ്ധം ചെയ്യുവാനും കഴിവുള്ള ഒരുവനു മാത്രമേ അവൻ്റെ കവചം ഭേദിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഒരു വരം ആ ദൈത്യേന്ദ്രനു സിദ്ധിച്ചിരുന്നു. അപ്രകാരമുള്ള ഒരുവൻ ഒരിക്കലും ഭൂമിയിൽ ജനിക്കുകയില്ലെന്നുള്ള ബോധ്യം കൊണ്ടാണ് അവൻ അങ്ങനെ അഹങ്കരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഈ വരരഹസ്യം ധരിച്ച നരനാരായണന്മാർ 1000 വർഷം തപസ്സു ചെയ്തു. അവനുമായി ഘോരമായ യുദ്ധം നടത്തി. അവൻ്റെ കവചം മുറിച്ച് ഒരു കവചം മാത്രം ശേഷിച്ചു. അതോടുകൂടി അവൻ നിർവീര്യനും ദുർബലനുമായി തീർന്നു. പ്രാണഭീതിയോടുകൂടി അവൻ ഭൂതലം വെടിഞ്ഞു. പാതാളത്തിൽ എവിടെയോ പോയി ഒളിച്ചു. സഹസ്ര കവചന്റെ ഉപദ്രവം അവസാനിച്ചതിനാൽ ദേവകളും മാമുനികളും പ്രസാദിച്ചു, നരനാരായണന്മാരെ അനുഗ്രഹിച്ചു. അനന്തരം നാരായണൻ സഹോദരനായ നരനോടുകൂടി ലോകാനുഗ്രഹത്തിനു വേണ്ടി ബദര്യാശ്രമത്തിൽ പോയി തപസാചരിച്ചു വിഷ്ണുപദം പ്രാപിച്ചു. അതിനുശേഷം നരനാരായണ സാന്നിധ്യമുള്ള ബദര്യാശ്രമം പാവന പുണ്യസ്ഥലമായി തീർന്നു. നരനാരായണമൂർത്തി അവിടെ സദാ പള്ളിക്കൊണ്ടരുളുന്നു. എന്നും അവിടെ പോയി തപസ്സു ചെയ്യുന്നവന് ഭഗവത് സായുജ്യം വേഗത്തിൽ സിദ്ധിക്കുമെന്നുള്ളതാണ് ആ മഹാത്മ്യമേറിയ തപസ്സിനുള്ള വൈശിഷ്ട്യം.